പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിൽപ്പന തടസ്സം മാറാനായിട്ടുള്ള ഒരു നിയോഗ പ്രാർത്ഥനയുടെ സ്റ്റാർട്ടിങ് ദിവസമാണ്. അത് സ്ഥലക്കച്ചവടം, അതുപോലെ വീട് വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുന്ന മേഖല, വാഹനങ്ങൾ, ഏതെല്ലാം മേഖലയിലാണോ പ്രാർത്ഥന സഹായം എഫാത്ത ഗ്രൂപ്പിലേക്ക് ചോദിച്ചിരിക്കുന്നത്, അതുപോലെ നമ്മുടെ പരിചയത്തിലുള്ള മക്കളെയും നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെയും നമ്മുടെ ഓരോരുത്തരും വ്യക്തിപരമായ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ചേർത്ത് വെച്ച് 7 ദിവസത്തെ നിയോഗ പ്രാർത്ഥനയാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുന്നത് ഫസ്റ്റ് ടൈമിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്ഥലത്തിൻ്റെ ശുദ്ധീകരണ പ്രാർത്ഥനയാണ്. ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതവും പ്രാർത്ഥനയും ഒരു അനുഗ്രഹമായിട്ട് വരും. നമ്മുടെ പരിചയത്തിലുള്ള 7 മക്കളെ, അല്ലെങ്കിൽ പരിചയത്തിലില്ലാത്തവർ നമുക്ക് മറ്റുള്ളവരുടെ വേദനകൾ കേൾക്കുമ്പോൾ നമ്മുടെ എഫാത്ത ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്ന മക്കളെയൊക്കെ ഒരു 7 പേർക്ക് വേണ്ടിയിട്ട് 7 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്നും പരിശുദ്ധ സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നുകൊണ്ട് മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൻ്റെ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് വേദനിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് ചേർത്ത് ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ബലിയർപ്പണത്തിൽ പങ്കാളികളാകുമ്പോഴും ഒക്കെ വേദനിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഒരനുഗ്രഹമായി മാറാൻ ഇന്ന് നമ്മൾ നിയോഗം വെക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ജീവിതത്തെയൊക്കെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഫസ്റ്റ് നമ്മളിങ്ങനെ ഇന്ന ദിവസം നമ്മളായിരിക്കുന്ന സാഹചര്യത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഭൂമിയെയും ആ ഭൂമിയിൽ വസിക്കുന്ന ഭവനത്തെയും ആ ഭവനത്തിൻ്റെ ഉള്ളിലുള്ള സ്ഥാപക ജംഗമ ഉപകരണ സാമഗ്രികളെ, ആ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച പിതാവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കാൻ മനുഷ്യന് അധികാരം നൽകിയ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്നേഹത്തോടുകൂടി ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അവിടുത്തെ അനുഗ്രഹമായി ഞങ്ങൾക്ക് ദാനമായി അങ്ങ് തന്ന ഈ ഭൂമി, ഈ വീട്, ഈ സ്ഥലം, ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഞങ്ങളതിനെ സ്വീകരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളുടെ ഈ ഭൂമിയിൽ, ഞങ്ങൾ വസിക്കുന്ന ഈ ഭവനത്തിൽ, ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ ഒക്കെ ദൈവത്തിൻ്റെ മഹത്വം നിറയട്ടെ എന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ മേഖലകളിലും പരിശുദ്ധാത്മന്റെ ശക്തി വ്യാപരിക്കാനായിട്ട് പിതാവായ ദൈവമേ, അവിടുത്തെ പരിപാലനയിൽ എനിക്ക് ലഭിച്ച ഈ സ്ഥലം അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുവിന് പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ഭൂമിയിലേക്ക് ഞങ്ങൾക്ക് ദാനമായി തന്ന ഈ വീട്ടിലേക്ക്, ഈ സ്ഥലത്തേക്ക് ഈശോയെ അങ്ങയുടെ തിരക്തം ഒഴുകി വരട്ടെ. തിരക്തത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ച് ഓരോ മൺതരിയും ശുദ്ധീകരിച്ച് അഭിഷേകമുള്ളതാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷ നൽകുന്ന യേശുവിൻ്റെ കുരിശ് മരണത്തിൽ വിശ്വസിച്ചും ആശ്രയിച്ചും സ്വർഗവാസികളെ സാക്ഷിയാക്കിക്കൊണ്ട് മുഖ്യദൂതന്മാരെ വിളിച്ചപേക്ഷിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയോട് ഈ സ്ഥലത്തിൻ്റെ മേലുള്ള ശാപബന്ധനങ്ങളെ യേശു നാമത്തിൽ ഞാൻ തകർക്കുന്നു. നമ്മുടെ ഭൂമിക്ക് മേലുള്ള സകല ശാപത്തിൻ്റെ കെട്ടുകളും അഴിയാനായിട്ട് യേശു നാമത്തിൻ്റെ ശക്തിയാൽ ഈ ഭൂമിയെ അസ്വസ്ഥപ്പെടുന്ന സകല അന്ധകാര ശക്തികളെയും ബന്ധിച്ച് ആജ്ഞാപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. രക്ഷ നൽകുന്ന യേശുവിൻ്റെ കുരിശുമരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഭൂമിയുടെ എല്ലാ കെട്ടുകളും ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയാൽ നിർവീര്യമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സ്ഥലത്തിൻ്റെ മേൽ ഈശോയെ നീ അധികാരം സ്ഥാപിക്കണമേ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് മത്തായി 28:18 വെളിപ്പെടുത്തിയ യേശുവേ, ഈ ഭൂമിയെ ദൈവമേ അങ്ങ് ഏറ്റെടുത്ത് ഈ ഭൂമിയുടെ മേൽ നിന്റെ ഭരണം നീ നടത്തണമേ. ദൈവമേ, ഈ സ്ഥലത്തിൻ്റെ മേൽ ഉത്തരിപ്പ് ഘടകങ്ങളുണ്ടെങ്കിൽ ദൈവമേ അങ്ങ് ഏറ്റെടുക്കണമേ. നല്ല ബോധ്യത്തിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും മേഖലയിൽ ഉത്തരിപ്പ് ഘടകമുണ്ടെങ്കിൽ കർത്താവേ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലത്തിൻ്റെ മേലുള്ള ഉത്തരിപ്പ് ഘടകങ്ങൾ ഈശോയെ ഞങ്ങൾക്ക് കഴിയാവുന്ന വിധത്തിൽ അത് വേണ്ടുന്നത് ക്രമീകരിക്കാനുള്ള ബോധ്യവും നല്ല കഴിവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച് ഈശോയെ ആ
മേഖലകളിൽ നിങ്ങൾക്ക് മോചനം തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം സങ്കീർത്തനം 68 അധ്യായം 1, 2 തിരുവചനം ഏറ്റെടുത്തുകൊണ്ട് ആവർത്തിച്ച് നമ്മുടെ ഭൂമിയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ, കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരത്തണമേ, അഗ്നിയിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടർ ദൈവസന്നിധിയിൽ നശിച്ചു പോകട്ടെ. ഈശോയെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ട ശക്തികളെ, ശത്രുവിൻ്റെ നിരകളെ എല്ലാം നിർവീര്യമാകട്ടെ. അഗ്നിയിൽ മെഴുകുരുകുന്നത് പോലെ ഞങ്ങൾക്കെതിരെ പൊങ്ങുന്ന ശത്രുക്കളുടെ നാവുകൾ, പ്രവൃത്തികൾ, അവരുടെ നോട്ടം, സാന്നിധ്യം, ഭാവമെല്ലാം നിർവീര്യമാകട്ടെ. സാത്താൻ്റെ സകല ശക്തി നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ വചനം പറഞ്ഞുകൊണ്ട് ഒരു വചനത്തിന് ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി 7 പ്രാവശ്യം 7 വചനത്തിലൂടെ 7 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെയും നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിട്ടുള്ളവരെയും പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നവരെയും നമ്മുടെ പരിചയത്തിലുള്ളവരെയും ഈ നിമിഷം ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്നവരെയും അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവത്തിൻ്റെ സമാധാനവും ശാന്തിയും എല്ലാ മക്കളിലേക്ക് നിറയുവാനായിട്ട് ഒന്നാമത്തെ ദിവസം നമുക്ക് നമ്മുടെ ഭൂമിയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് സ്വന്തമാക്കാം. റോമ 16:20 അഭിഷേകം ഗുരുപ്പിനെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ആമേൻ.